യുവതീ പ്രവേശനത്തിൽ യു ടേൺ അടിച്ച് LDF സർക്കാർ 2018 സുപ്രധാന സുപ്രീം കോടതി വിധി പ്രകാരം യുവതീ പ്രവേശനത്തിൽ തിക്കും തിരക്കും കൂട്ടിയ LDF സർക്കാർ, അതായത് പിണറായി വിജയന്റെ സർക്കാർ, ഇപ്പോൾ 2026 ആയപ്പോഴേക്കും യുവതീ പ്രവേശനത്തിന് ഞങ്ങളില്ല എന്ന് തീരെഴുതി പറഞ്ഞിരിക്കുകയാണ്. എന്താ കഥ അല്ലെ? ഹിന്ദു മതാചാര പ്രകാരവും വിശ്വാസ പ്രകാരവും സ്ത്രീകൾക്ക് 10 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനമില്ല. അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരി ആയതിനാലാണ് ഈ ഒരു വിശ്വാസം. അത് കാരണം ഹിന്ദു വിശ്വാസികളായ സ്ത്രീകൾ ഈ സമയത്ത് അല്ലെങ്കിൽ ഈ കാലയളവിൽ ശബരിമലയിൽ പോകാറില്ല എന്നതാണ് വാസ്തവം. 1991 കേരള ഹൈക്കോടതി വിധി ഇങ്ങനെയാണ്: സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനമില്ല. ആ ഒരു വിധി പ്രകാരം അതൊരു ആചാരമായി നിലനിന്നു വരികയായിരുന്നു. എപ്പോഴാണ് ഈ ഒരു ആചാരത്തിന് ലംഘനം വന്നതെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ശബരിമല സ്ത്രീ പ്രവേശനത്തിന്റെ നാൾ വഴികളെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. 2006 ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണം എന്ന് ഒരു ഹർജി ഫയൽ ചെയ്തത്. അത് ഫയൽ ചെയ്ത് വേറെ ആരുമല്ല, ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ ആണ്. അവരുടെ വാദം ഇത് പ്രായപരിധി അടിസ്ഥാനമാക്കിയുള്ള വിലക്ക് ലിംഗവിവേചനമാണ്, ഒപ്പം തന്നെ ഭരണഘടനാ വിരുദ്ധവുമാണ്, സമത്വ അവകാശത്തിന്റെ ലംഘനം കൂടിയാണെന്നാണ് ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ അവരുടെ ഹർജിയിൽ പരാമർശിച്ചിരിക്കുന്നത്. ഇതാണ് പിന്നീട് 2018 ചരിത്ര വിധിയിലേക്ക് നയിച്ച പ്രധാന കേസ്. ഉമ്മൻചാണ്ടി സർക്കാരിനോട് സുപ്രീം കോടതി സത്യവാങ്മൂലം സമർപ്പിക്കാൻ പറഞ്ഞു. ആ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: നിലവിലുള്ള ആചാരം എന്താണോ അത് തന്നെ മുന്നോട്ട് പോകട്ടെ. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാനായിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിന് താല്പര്യമില്ല. അതോടെ ആചാര ലംഘനത്തിന് ഉമ്മൻചാണ്ടി സർക്കാർ ആഗ്രഹിക്കുന്നുമില്ല. നിലവിലെ ആചാരം എന്ന് പറയുന്നത് 10 വയസ്സ് മുതൽ 50 വയസ്സുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനമില്ല. അതെന്താണോ അത് തന്നെ നിലനിർത്തി പോകട്ടെ എന്നാണ് ഉമ്മൻചാണ്ടി സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം. ഈ സത്യവാങ്മൂലം സമർപ്പിച്ചത് 2011-16 കാലഘട്ടത്തിലാണ്. അതോടെ 2016 ആയപ്പോൾ ഭരണം മാറി, പിണറായി സർക്കാർ അധികാരത്തിൽ കയറി. അവർ സമർപ്പിച്ച ഹർജി എന്താണെന്നോ അല്ലെങ്കിൽ സത്യവാങ്മൂലം എന്താണെന്നോ, നിലവിലുള്ള ആചാരം, അതായത് 10 മുതൽ 50 വയസ്സുള്ള സ്ത്രീകൾക്കുള്ള പ്രവേശനത്തിന്റെ വിലക്ക് അത് മാറണം, സ്ത്രീ പ്രവേശനം അനുവദിക്കണം എന്ന് തന്നെയാണ് പിണറായി സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇതാണ് വ്യത്യാസം. അപ്പോൾ നിലവിൽ 2 വാദങ്ങളായി. ഒരു വാദം സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണം, മറുവാദം സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാൻ പാടില്ല എന്ന രീതിയിലായി. ഈ രണ്ടിന്റെയും അടിസ്ഥാനത്തിലാണ് 2018 ചരിത്രപരമായ വിധി വന്നിരിക്കുന്നത്. എന്താണെന്നോ ആ വിധിയാണ് സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിധിയാണ് വന്നിരിക്കുന്നത്. ഇനി ഈ വിധിയെ LDF സർക്കാർ എങ്ങനെയാണ് സ്വാഗതം ചെയ്തതെന്നല്ലേ? അതിനു മുന്നേ 5 ജഡ്ജിമാരാണ് ഇതിൽ വിധി പറഞ്ഞത്. അതിൽ 4 പേരും സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത്. അതിൽ ഒരു ജഡ്ജി മാത്രം, ഇന്ദു മൽഹോത്ര മാത്രമാണ് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കരുതെന്ന് വാദിച്ചത്. കാരണം ഇന്ദു മൽഹോത്രയുടെ വാദം മതപരമായ കാര്യങ്ങളിൽ കോടതി ഇടപെടരുത് എന്നായിരുന്നു. ഇത് ശരിയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്ദു മൽഹോത്ര അന്നും ഇന്നും സംസാരിക്കുന്നത്. പക്ഷേ 5-ൽ 4 ഭൂരിപക്ഷവും സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്നായതുകൊണ്ട് ഒരാൾ മാത്രം എതിർത്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ശബരിമലയില് സ്ത്രീകൾക്ക് പ്രവേശിക്കാം എന്നൊരു ചരിത്രപരമായ വിധി നിലവിൽ വന്നു. ഈ വിധിയെ LDF സർക്കാർ സ്വാഗതം ചെയ്തു. ഈ വിധി വന്നതിന് ശേഷമുള്ള നമ്മുടെ പിണറായി വിജയന്റെ പത്രസമ്മേളനം നമുക്ക് കേട്ടിട്ട് വരാം വീഡിയോയിലേക്ക്. അല്ല, അതിന് വേറെ പ്രശ്നമില്ല. ഈ സാധാരണ നിലക്ക് ഇന്ന് സ്ത്രീകൾക്ക് അവിടെ പോകാനുള്ള അനുമതി സുപ്രീം കോടതി നൽകി കഴിഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ അനുമതി നൽകി കഴിഞ്ഞാൽ അത് മറ്റൊരു നിയമം ഉണ്ടാകുന്നത് വരെ അതാണ് നിയമം. നമ്മുടെ രാജ്യത്തിന് നിയമമായിട്ട് അത് വരികയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നടപടികളെല്ലാം സ്വീകരിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. പിന്നെ വിശ്വാസികളിൽ ഈ പറഞ്ഞ എല്ലാവരും ഈ സ്ത്രീകൾ പോകാൻ പാടില്ല എന്നുള്ള പക്ഷക്കാരല്ല. സ്ത്രീകൾ അവിടെ പോകാൻ അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ധാരാളം വിശ്വാസികളുണ്ട്. ഇപ്പോൾ നല്ല വിശ്വാസികളായിട്ടുള്ളവർ തന്നെ, ഇപ്പോൾ ആദരണീയനായ TK നായരെ പോലുള്ളവർ പരസ്യമായിട്ട് പറഞ്ഞില്ലേ എന്താ സ്ഥിതി? ഒരുപാട് ആളുകൾ പറയുന്നില്ലേ, ഇനി സന്യാസ ജീവിതത്തിലുള്ള പറയുന്നില്ലേ അവിടെ പിന്നെ പോകാനുള്ള അവകാശമുണ്ട് എന്നുള്ളത്. അപ്പം അതൊരു ചർച്ചാ വിഷയം മാത്രമാണ്. ഇപ്പം നമ്മുടെ മുന്നിൽ പോകാനുള്ള അനുമതി സുപ്രീം കോടതി നൽകിയിരിക്കുന്നു. ആ അനുമതിക്കനുസരിച്ച് അവർ പോകട്ടെ എന്ന നിലപാട് മാത്രമേ സ്വീകരിക്കാനാവൂ. കേട്ടല്ലോ അല്ലെ? എന്താണോ സുപ്രീം കോടതിയുടെ വിധി അത് ഞങ്ങൾ മാനിക്കുന്നു, ഞങ്ങൾ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാൻ തയ്യാറാണ് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് നിരവധി സഖാക്കൾ
സ്ത്രീ സമൂഹത്തെ തന്നെ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികളെ തന്നെ അവഗണിക്കുകയും അപഹാസ്യപ്പെടുത്തുന്ന രീതിയിൽ പ്രസംഗിക്കാൻ തുടങ്ങിയത്. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു തൃപ്പൂണിത്തുറയിലെ MLA ആയ M സ്വരാജ്. ശബരിമലയിലെ അയ്യപ്പന്റെ കല്യാണം തന്നെ നടത്തിക്കൊടുത്ത ഒരു വ്യക്തിയാണ് M സ്വരാജ്. ഈ ഒരു സഖാവ് ഒരിടത്തും വിജയിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ഇനിയുമുണ്ട്. PK ശ്രീമതി സ്ത്രീകളെ പറ്റി വളരെ മോശമായ രീതിയിൽ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അതും കൂടി കേട്ടിട്ട് വരാം. അതായത് ക്ഷേത്രത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് പോയാലും നല്ല ഉണങ്ങിയ വസ്ത്രം ധരിച്ചാലും അമ്പലത്തിൽ എല്ലാത്തിലും ഒരു കുളം ഉണ്ടാവും. ആ കുളത്തിൽ പോയി കുളിച്ച് നനഞ്ഞ വസ്ത്രത്തിനുള്ളിൽ സ്ത്രീയുടെ ശരീരം എങ്ങനെയുണ്ടെന്ന് അവിടെ അമ്പലത്തിലുള്ളവർക്കെല്ലാം കാണാം. അപ്പൊ ആ വസ്ത്രത്തോട് കൂടിയേ പോകാം. കേട്ടല്ലോ അല്ലെ? ഈ പറയുന്ന രീതിയിൽ ഏത് അമ്പലത്തിലാണ് സ്ത്രീകൾ ഈറനോടെ ക്ഷേത്ര ദർശനം നടത്തി വരുന്നത്? അതും അവിടെയുള്ള പൂജാരിമാരെ ഉൾപ്പെടെ ബാക്കിയുള്ളവർ തന്റെ ശരീരഭാഗം കാണിക്കാനായിട്ടെന്നാണ് എടുത്തു പറയുന്നത്. ഇത് പാർട്ടി ഓഫീസിലെ കഥയാണോ പറയുന്നത് നമുക്കറിയത്തില്ല. എന്ത് തന്നെയാണെങ്കിലും PK ശ്രീമതി എന്നൊരു വ്യക്തി സ്ത്രീ സമൂഹത്തെ അപമാനിക്കുകയാണ് ചെയ്തത്. ഇത് ഹിന്ദു വിശ്വാസികളോടുള്ള ദേഷ്യം മാത്രമല്ല ഇതിൽ പറയുന്നത്. ഇത് സ്ത്രീ സമൂഹം ഏത് മതത്തിലും ജാതിയിലും പെട്ട സ്ത്രീ ആണെങ്കിലും ഒരു സ്ത്രീ എന്ന നിലയിൽ മറ്റൊരു സ്ത്രീയെ അപമാനിക്കുക തന്നെയാണ് ചെയ്തത്. തീവ്രത അളന്നവരുടെ കൂട്ടത്തിലുള്ളവരാണ്. ഇതിൽ കൂടുതൽ നമുക്ക് സംസ്കാരപരമായ ഭാഷയൊന്നും ഇവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. നവോത്ഥാനത്തിന് കുട പിടിക്കുന്ന സർക്കാർ, LDF സർക്കാർ സഖാക്കളിലെ സ്ത്രീകളെ തന്നെ ശബരിമലയെ കയറ്റാനായിട്ട് മുൻപന്തിയിൽ കൊണ്ടുവരാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ സഖാക്കൾക്ക് നവോത്ഥാനം അവനവന്റെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വേണ്ടെന്നാണോ പറയുന്നത്? ചോദ്യം ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല. സഖാക്കളെ തിക്കും തിരക്കും കൂട്ടി ശബരിമല സ്ത്രീകളെ ആചാര ലംഘനം നടത്തണമെന്ന് വാശി പിടിക്കുന്ന ടീമായിരുന്നു LDF സർക്കാർ. അതിനുവേണ്ടി അവർ കൊണ്ടുവന്നത് ആക്ടിവിസ്റ്റുകളെയാണ്. രഹന ഫാത്തിമയെ കൊണ്ടുവന്നു, മേരി സ്വീറ്റിയെ കൊണ്ടുവന്നു. അതിനുശേഷം അവർ കൊണ്ടുവന്നത് ബിന്ദു അമ്മിണിയാണ്. അത് കഴിഞ്ഞിട്ട് കനക ദുർഗയാണ്. പിന്നെ കുറെ ട്രാൻസ്ജെൻഡേഴ്സിനെ കൊണ്ടുവന്നു, അന്യ സംസ്ഥാനത്തിലെ സ്ത്രീകളെ കൊണ്ടുവന്നു. ആരെയൊക്കെ കൊണ്ടുവരാമോ അവരെയൊക്കെ കൊണ്ടുവന്നു. ആ ഒരു സമയം എന്ന് പറയുമ്പോൾ കടുത്ത ഭക്തരെ പോലും നിരാശയിൽ ആഴ്ത്തി, അതായത് പായ് വിരിച്ച് കിടക്കാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു ശബരിമലയിൽ ഉണ്ടായിരുന്നത്. നിങ്ങളുടെ ഇരുണ്ട കാലം, അതായത് നിങ്ങൾ സമ്മാനിച്ച ഇരുണ്ട കാലമായിരുന്നു ശബരിമലയിലെ ഭക്തർക്ക് നേരിടേണ്ടി വന്നത്. അവസാനം സ്ത്രീകളെ കയറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു നവോത്ഥാന മതിൽ വരെ സൃഷ്ടിച്ചില്ലേ? 2019 ജനുവരി 1-ാം തീയതി കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ കൈയിങ്ങനെ നീട്ടിപ്പിടിച്ച് എത്ര സ്ത്രീകളെയാണ് നിങ്ങൾ നവോത്ഥാന മതിലേക്ക് കൊണ്ടുവന്നത്? എന്തായിരുന്നു ആ നവോത്ഥാന മതിലിന്റെ ലക്ഷ്യം? കേരളത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയും പുരോഗമനത്തിന് വേണ്ടിയും അവകാശ സംരക്ഷണത്തിന് വേണ്ടിയും ലിംഗസമത്വത്തിന് വേണ്ടിയിട്ടാണ് ഈ നവോത്ഥാന മതില് 2019 ജനുവരി 1-ന് എല്ലാവരും വൈകുന്നേരം കൈ നീട്ടിപ്പിടിച്ച് സമരം ചെയ്യുന്ന പോലെ നിരന്നു നിന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സഖാക്കളിൽ തന്നെ PK ശ്രീമതി സ്ത്രീകളെ പറ്റി പരാമർശം ഇപ്പോൾ നിങ്ങൾക്ക് മാറ്റി പറയാൻ ധൈര്യമുണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം. ഇത്രയൊക്കെ നവോത്ഥാന മതിൽ സൃഷ്ടിച്ചിട്ട് പിറ്റേ ദിവസം, അതായത് 2019 ജനുവരി 2-ാം തീയതി ഇരുട്ടിന്റെ മറവിൽ നിങ്ങൾ ബിന്ദു അമ്മിണിയെയും കനക ദുർഗയെയും പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി ശബരിമലയിൽ കയറ്റിയില്ലേ? ആചാര ലംഘനം നടത്തിയില്ലേ? അത് നിങ്ങൾ ഹിന്ദു വിശ്വാസികളോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയല്ലേ? അതിന്റെ പരിണിത ഫലമല്ലേ 2019 ലോക്സഭാ ഇലക്ഷന് നിങ്ങൾക്ക് കിട്ടിയ വോട്ട് എത്രയായിരുന്നു? നിങ്ങളുടെ MP എത്രയായിരുന്നു? അതിനു മുന്നേ നിങ്ങൾക്ക് കിട്ടിയത് 18 സീറ്റിൽ വിജയക്കൊടി പാറിച്ച നിങ്ങൾ 2019 ആയപ്പോഴേക്കും വെറും 1 MP ചുരുങ്ങിയില്ലേ? ഇതാണ് ഹിന്ദു വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയതിനുള്ള അവരുടെ പ്രത്യുപകാരമാണ് അത് കണ്ടത്. 2018 സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിധി വന്നപ്പോൾ അതിനെതിരെ പുനഃപരിശോധന ഹർജി കൂടി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹർജി വന്നത് 7 വർഷങ്ങൾക്ക് ശേഷമാണ്. സർക്കാർ ഒരു ഇടവേള കൊടുത്തിട്ടുണ്ടായിരുന്നു. മാർച്ച് 14, 2026 മാർച്ച് 14-ന് മുമ്പ് സർക്കാരിന്റെ ഇപ്പോഴത്തെ വാദം എന്താണെന്ന് കോടതിയെ അറിയിക്കണമെന്നാണ് പറഞ്ഞത്. അതായത് സ്ത്രീകളെ പ്രവേശിക്കണമെന്ന അന്നത്തെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ അതോ വിട്ടുവീഴ്ചയുണ്ടോ എന്ന് അറിയിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്താണ് പറയുക? നേരെ U-ടേൺ അടിച്ചു. എന്തുകൊണ്ടാണെന്നോ? സ്ത്രീകളെ പ്രവേശിപ്പിച്ച് നവോത്ഥാനം നടപ്പിലാക്കി എന്ന് മുദ്ര കുത്താൻ വേണ്ടി, ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ച പിണറായി സർക്കാരിന് അട്ടപ്പടലം സർക്കാരിന്റെ സകല പരിപാടിയും പൊട്ടിപ്പൊളിഞ്ഞ് പാലീസായി പോയി എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം അന്ന് സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി തയ്യാറായിരുന്ന തിക്കിലും തിരക്കിലും ആരെയൊക്കെ കേറ്റാമോ അവരെല്ലാം കേറ്റാൻ വേണ്ടി ശ്രമിച്ചിരുന്ന സർക്കാർ ഇന്നതാ കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുകയാണ്. എന്താണെന്നോ? ഇനി സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ ഞങ്ങളില്ല,
നിലവിലെ ആചാരം എന്താണോ അത് തന്നെ തുടർന്ന് പ്രവർത്തിക്കട്ടെ. ആചാര ലംഘനത്തിന് LDF സർക്കാർ ഇല്ല. ഹിന്ദു മത വിശ്വാസികളുടെ വിശ്വാസമാണ് ഞങ്ങൾക്ക് വലുത് എന്നാണ് അവർ വാദിക്കുന്നത്. എന്താണിത്? ഇതൊക്കെയാണ് യു ടേൺ എന്ന് കേട്ടിട്ടുണ്ടോ? ഇതൊക്കെയാണ് ശരിക്കും ഒരു യു ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ആരുടെ വിജയമാണ്? ഇത് വിശ്വാസികളുടെ വിജയമാണ്. ഒപ്പം LDF സർക്കാരിന്റെ അധപതനമാണ്. അധപതനം ഞാൻ ഉദ്ദേശിച്ചത് അഹങ്കാരത്തിന്റെ അധപതനത്തിന്റെ സൂചനയാണ് ഇത്.